നമസ്കാരം, ജേക്കബ് ജോജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അതുപോലെ ഒരു അൺബോക്സിംഗ് ആണ് നടത്താൻ പോകുന്നത്. ഇനി എന്താണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ബോക്സുകളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ബോക്സ് ഇതാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതൊരു സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണാണ്. F41 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഒരു മിഡ് റേഞ്ചർ എന്ന് വിളിക്കാവുന്ന ഒരു മൊബൈൽ ഫോണാണ് നമ്മൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ബോക്സ്. ഇനി രണ്ടാമത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ F41 ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്ലിപ്പ് കേസാണ്. ഏകദേശം 249 രൂപ വില കൊടുത്ത് മേടിച്ച ഒരു ഫ്ലിപ്പ് കേസാണ് നമ്മുടെ രണ്ടാമത്തെ ബോക്സ്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ 2 ടെമ്പേർഡ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 150 രൂപയോളം വിലയുള്ളതാണ്. അപ്പോൾ ഈ 3 ബോക്സുകളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വെച്ച് തുടങ്ങാം. ടെമ്പേർഡ് ഗ്ലാസ് ഇതുപോലെയൊരു പാക്കിലാണ്, കവറിലാണ് കിട്ടുന്നത്. നമുക്ക് ഊരി നോക്കാം. സോ ഇതാണ് നമ്മുടെ സാംസങ് F41 വേണ്ടി നമ്മൾ വാങ്ങിയിരിക്കുന്ന ടെമ്പേർഡ് ഗ്ലാസ്. ഇതിന് എഡ്ജിലൊന്നും ബ്ലാക്ക് ഡിസൈനൊന്നുമില്ല, നല്ല പ്യുവർ വൈറ്റ് ആണ്. നല്ല ഒരു ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആയിട്ടാണ് നമുക്കിത് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്കത് പൊട്ടിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം. ഓക്കെ, ഇനി ഗ്ലാസ് എടുത്ത് വെക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ഫ്ലിപ്പ് കവറാണ്. നമ്മളിവിടെ ഇങ്ങനെ പൊട്ടിക്കാം. ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കവർ പുറത്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിന് വാങ്ങിയിരിക്കുന്ന നമ്മുടെ ഫ്ലിപ്പ് കേസ് നമ്മൾ തുറക്കാൻ പോവുകയാണ്. നമുക്കിതിൻ്റെ പുറകുവശത്ത് നമുക്കിതിങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫ്ലിപ്പ് കേസ് പുറത്തിറക്കി അതിനുള്ളിലൊരു ഇതുപോലൊരു സ്പോഞ്ചൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ ട്രെയിൻ തന്നിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. ഈ ഹോളിൽ നമുക്ക് കുരുത്തിടുവാണെങ്കിൽ നമുക്ക് ഈ ട്രെയിനിൽ നമുക്ക് ഈ ഫോണിങ്ങനെ കൈ പിടിക്കാം. വളരെ നല്ല ക്വാളിറ്റിയുള്ളൊരു ഫ്ലിപ്പ് കേസാണ്. ഇവിടെ ഒരു ചെറിയ മാഗ്നറ്റ് ഉണ്ട്, കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഇത് അടഞ്ഞോളൂ. അതിനുശേഷം ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ മൊബൈൽ വെക്കാം. ഇത് ക്യാമറയുടെ സ്ലോട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഫിംഗർ പ്രിൻ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സിലുള്ള. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമുക്ക് കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഫ്ലിപ്പ് കേസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഫ്ലിപ്പ് കേസാണ്. F41 വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു ഡ്യുവൽ ടോൺ ഫ്ലിപ്പ് കേസാണ്. ഇവിടെ നല്ലൊരു ടെക്സ്ചേർഡ് ഗ്രിപ്പുള്ള ഒരു ഗ്രേ കളർ ടെക്സ്ചേർഡ് ഗ്രിപ്പാണ് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഏകദേശം ഒരു അത്ര ബ്ലാക്ക് അല്ല, എന്നാലും ഒരു ബ്ലാക്ക് റെക്സിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ളൊരു ഫ്ലിപ്പ് കേസാണ്. നമ്മുടെ ഫോൺ ഒന്ന് താഴെ വീണാൽ പോലും കാര്യമായ പരിക്കുകളൊന്നും കൂടാതെ നമുക്ക് ഫോണിന് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി ഫ്ലിപ്പ് കേസാണ് നമ്മൾ നമ്മുടെ ഫോണിന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നത്. ഇനി നമ്മുടെ മാസ്റ്റർ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സാംസങ് F41. ഓക്കെ, നമുക്ക് കാണാം, എല്ലാവർക്കും കാണാമല്ലോ സാംസങ് F41. ഓക്കെ, നമുക്കിനി ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. ഈ ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ സാധനം ഇങ്ങനെ വയ്ക്കുക, അതിനുശേഷം പതിയെ ഇത് മുകളിലേക്ക് പൊക്കി നമ്മൾ ഈ ബോക്സ് എടുത്തു. ഈ ബോക്സ് നമ്മളിവിടെ മാറ്റി വെച്ചു. അതിനുശേഷം ഇതാണ് നമ്മുടെ ഫോൺ നമ്മൾ പതിയെ ഇങ്ങനെ കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഫോണിനൊരു ചെറിയ കവറിലാണ് സാംസങ് ഇട്ടിരിക്കുന്നത്. അതായത് ഫോണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഫോൺ എവിടെയെങ്കിലും കൊണ്ടോ മറ്റും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ പ്രീമിയം ന്യൂ എന്നുള്ള ആ ഒരു ഫീല് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരമൊരു പ്ലാസ്റ്റിക് കവറിൽ ഫോൺ ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ള ആദ്യത്തെ സാധനം എടുക്കാം. ഒരു USB-C ടൈപ്പ് ഫാസ്റ്റ് ചാർജറാണ് സാംസങ് F41 വേണ്ടി നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ചാർജറാണ്. ദെൻ ചാർജറിൻ്റെ കൂടെ തന്നെ അതിൻ്റെ USB Type-C കേബിൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് കേബിൾ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ USB Type-C കേബിൾ. ഇനി വേറെ എന്തെല്ലാമാണ് നമുക്ക് ഈ ബോക്സിലുള്ളതെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മാനുവലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബോക്സിലാണ്. ഇതിവിടെ ചെറിയൊരു ബോക്സ് ഉണ്ട്. നമ്മൾ ആ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. ആ ബോക്സ് ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇവിടെ വീണ്ടും ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിൽ നിന്ന് നമുക്ക് 2 പേപ്പർ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ റീജിയണൽ
ലുക്ക് ഗേറ്റ്, ദെൻ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ വാറണ്ടി കാർഡ്, ദെൻ ക്വിക്ക് സ്റ്റാർട്ട് ഗേറ്റ്, ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരിക്കുന്ന ഗേറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ബോക്സിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ഫോണിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഇല്ല എന്നുള്ള ഒരു ഡ്രോബാക്കാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഹെഡ്ഫോൺ നമുക്ക് ഈ ഫോണിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ബോക്സിൽ നിന്ന് നമ്മൾ ഫോൺ പുറത്തെടുത്തു. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ട്രിപ്പിൾ ലെൻസ് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാ പിക്സലാണ്. അതിനുശേഷം ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഫോണിന് സാംസങ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് 32 എം ബിയുടെ ഒരു ക്യാമറയാണ് സെൽഫിക്ക് വേണ്ടി സാംസങ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 6000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഏകദേശം 160 മിനിറ്റ് കൊണ്ട് ഇത് പൂർണ്ണമായും ഈ ഫോൺ 0 to 100% ചാർജ് ആവും. 15 വോട്ട് ഫാസ്റ്റ് ചാർജറാണ് സാംസങ് F41 വേണ്ടി നൽകിയിരിക്കുന്നത്. ഇനി ഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6.4 ഇഞ്ചാണ് ഫോണിൻ്റെ സൈസ്. അതുപോലെ തന്നെ ഇത് ഒരു AMOLED ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് സാംസങ് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പറഞ്ഞിരിക്കുന്ന പേര്. AMOLED ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ. 8.9 mm സ്ലീക്ക് ഡിസൈനാണ് സാംസങ് F41 വേണ്ടി സാംസങ് നൽകിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു ലൈറ്റ് വെയ്റ്റ് ഫോണാണ് എന്നാണ് സാംസങ് പറയുന്നത്. പക്ഷേ 191 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ്. ഈ ഫോൺ 3 കളറിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഫ്യൂഷൻ ഗ്രീൻ, ഫ്യൂഷൻ ബ്ലാക്ക് ആൻഡ് ഫ്യൂഷൻ ബ്ലൂ. ഇങ്ങനെ 3 കളറിലാണ് F41 നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് 2 സിം പോർട്ടിൻ്റെ കൂടെ ഒരു അഡീഷണൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൂടി ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു നീക്കമാണ് സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന്. ഇടക്കാലത്ത് ഫോണുകളിൽ ഒരേ സമയം സിമ്മും അതുപോലെ തന്നെ മെമ്മറി കാർഡും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുണ്ട്. അതൊരു നല്ല ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2.3 GHz ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ് സാംസങ് F41 നൽകിയിരിക്കുന്നത്. ഇത് ഏകദേശം അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ വളരെ വേഗതയിൽ ഗെയിമിംഗ് ഒക്കെ ലാഗില്ലാതെ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. കാരണം വളരെ ഒരു മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ് സാംസങ് ഈ ഫോണിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഒരു സൂപ്പർ AMOLED സ്ക്രീനാണ് സാംസങ് F41 നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2340x1080 ഫുൾ HD+ ആണ് ഈ ഫോണിൻ്റെ റെസൊല്യൂഷൻ. ഏകദേശം ഒരു 1.5 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട്, അതായത് ഒരു നോർമൽ യൂസേജ് ആണ് എങ്കിൽ ഈ ഫോണിന് നമുക്ക് ലഭിക്കും. കാരണം 6000 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ സാംസങ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കി നോക്കാം. നമ്മൾ ഓണാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ കവർ നമ്മൾ പൊട്ടിക്കുകയാണ്. കാരണം വളരെ നന്നായിട്ടാണ്, വളരെ നല്ല ഒരു കവറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോണിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. സോ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ 3 ക്യാമറ ലെൻസുകൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാഷ് ഉണ്ട്. ഇത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ദെൻ മുകൾ ഭാഗത്ത് ഇവിടെ സ്പീക്കറുണ്ട്, നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള. ദെൻ ഇവിടെ ചെറിയൊരു സ്പീക്കർ. ദെൻ അതുപോലെ തന്നെ ഇവിടെ സിം ഇജക്ടർ ടൂളുണ്ട്, സിം ഇജക്ടർ ട്രേ ഉണ്ട്. ഈ സിം ട്രേയോട് കൂടിയിട്ടാണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും സാംസങ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഫോണിൻ്റെ താഴ്വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് സി USB ചാർജറിനുള്ള സ്ലോട്ട്, അതുപോലെ തന്നെ ഇവിടെ ഓഡിയോ ജാക്കിനുള്ള സ്ലോട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ മൈക്കും സാംസങ് ഘടിപ്പിച്ചിരിക്കുന്നു. മൊത്തത്തിൽ വളരെ മനോഹരമായ, വളരെ സ്ലീക്കായ, വളരെ ലൈറ്റായ, നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ഡിസൈനാണ് സാംസങ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് ബാക്ക് മാറ്റ് ഫിനിഷ് അല്ല, നല്ല ഗ്ലോസി ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അത് പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കുറവുണ്ട്, എന്നാൽ കണ്ട പ്ലാസ്റ്റിക്കാണ് എന്ന് തോന്നാത്തക്ക രീതിയിലാണ് സാംസങ് ഇതിൻ്റെ ബാക്ക് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് 32 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഈ ഭാഗത്ത് മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഓണാക്കട്ടെ. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഫോൺ ഓണാക്കുന്നത്.
ഓക്കെ, ഫോൺ ഓണായി വന്നു. സാംസങ് ഗാലക്സി F41 സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ബൂട്ടിങ്ങിന് കുറച്ച് സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഓണാക്കുന്നതല്ലേ. ഏകദേശം ഒരു 10-15 സെക്കൻഡോളം ഫോൺ ഓണാവുന്നതിന് എടുക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ നോർമലി അതൊരു വലിയ സമയമൊന്നുമല്ല. കാരണം ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദ ഫോൺ ഈസ് ഗോയിങ് ടു ബി ടേൺഡ് ഓൺ. ഫോൺ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വൈറ്റ് സ്ക്രീൻ വന്നു. ഓക്കെ, വെൽക്കം. ഇനി നമ്മൾ ഫോൺ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഫോൺ ഓണായി വന്നു. നമ്മൾ ഇനി ഇതിൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ ലോക്കൽ റീജിയണൽ ലാംഗ്വേജസ് എല്ലാം ഉണ്ട്. എന്തായാലും നമ്മൾ മലയാളം വരെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ദെൻ ഇവിടെ ഫസ്റ്റ് സ്ക്രീനിൽ മുകൾ ഭാഗത്തായിട്ട് വെൽക്കം. നമ്മൾ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ ഏകദേശം 51% ബാറ്ററി ചാർജ് ഉണ്ട് കേട്ടോ. അതുപോലെ സിം ഇവിടെ കാണിക്കുന്നുണ്ട്, കാണാമല്ലോ അല്ലേ. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്തു. സ്റ്റാർട്ട് എമർജൻസി കോൾ ആക്സസിബിലിറ്റി നമ്മൾ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ എ ഫ്യൂ ലീഗൽ ഐറ്റംസ് ടു റിവ്യൂ. ഓക്കെ, നമ്മൾ അതിനകത്ത് ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ഓൾ ദ എബോവ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ചൂസ് എ വൈഫൈ നെറ്റ്വർക്ക്, ആഡ് നെറ്റ്വർക്ക്, ദെൻ ടേൺ ഓഫ് വൈഫൈ നമ്മൾ സ്കിപ്പ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ നമുക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. ഡൗൺലോഡ് സ്മാർട്ട് സ്വിച്ച്. സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്നത് സാംസങ് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. നമുക്ക് എന്തായാലും അങ്ങനെയൊന്നുമില്ല, അപ്പോൾ നമ്മൾ ലേറ്റർ അടിച്ചു. അതിനുശേഷം ജസ്റ്റ് എ സെക്കൻഡ്, ഫോൺ ഈസ് ഗോയിങ് ടു ഓൺ. ഓക്കെ, അതിനുശേഷം ലൊക്കേഷൻ, ലോ സ്കാനിങ്, എല്ലാ ഗൂഗിളിൻ്റെ എല്ലാ സംഭവങ്ങളും ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ഇനി ഇതിനകത്ത് ഫേസ് റെക്കഗ്നീഷൻ അവൈലബിൾ. സെക്യൂരിറ്റി ആയിട്ട് ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേൺ ഉണ്ട്, പിന്നുണ്ട്, പാസ്വേഡ് ഉണ്ട്. ഓക്കെ, നമ്മളത് സ്കിപ്പ് ചെയ്യുകയാണ്. സ്കിപ്പ് പ്രൊട്ടക്റ്റിംഗ് യുവർ ഫോൺ നമ്മൾ സ്കിപ്പ് എനിവേ കൊടുത്തു. ഓക്കെ, ദെൻ സാംസങ് ട്യൂട്ടർ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. സോ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇമെയിൽ ഓർ ഫോൺ നമ്പർ ഫൈൻഡ് ഐഡിയ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ സ്കിപ്പ് ചെയ്തു. ദെൻ യു ആർ ഓൾ സെറ്റപ്പ്, ഫിനിഷ്. ഓക്കെ, ഫോൺ ഓണായി വന്നു. നമ്മൾ ഇനി ഇതിൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ ലോക്കൽ റീജിയണൽ ലാംഗ്വേജസ് എല്ലാം ഉണ്ട്. എന്തായാലും നമ്മൾ മലയാളം വരെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ദെൻ ഇവിടെ ഫസ്റ്റ് സ്ക്രീനിൽ മുകൾ ഭാഗത്തായിട്ട് വെൽക്കം. നമ്മൾ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ ഏകദേശം 51% ബാറ്ററി ചാർജ് ഉണ്ട് കേട്ടോ. അതുപോലെ സിം ഇവിടെ കാണിക്കുന്നുണ്ട്, കാണാമല്ലോ അല്ലേ. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്തു. സ്റ്റാർട്ട് എമർജൻസി കോൾ ആക്സസിബിലിറ്റി നമ്മൾ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ എ ഫ്യൂ ലീഗൽ ഐറ്റംസ് ടു റിവ്യൂ. ഓക്കെ, നമ്മൾ അതിനകത്ത് ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ടു ഓൾ ദ എബോവ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ചൂസ് എ വൈഫൈ നെറ്റ്വർക്ക്, ആഡ് നെറ്റ്വർക്ക്, ദെൻ ടേൺ ഓഫ് വൈഫൈ നമ്മൾ സ്കിപ്പ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ നമുക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. ഡൗൺലോഡ് സ്മാർട്ട് സ്വിച്ച്. സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്നത് സാംസങ് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. നമുക്ക് എന്തായാലും അങ്ങനെയൊന്നുമില്ല, അപ്പോൾ നമ്മൾ ലേറ്റർ അടിച്ചു. അതിനുശേഷം ജസ്റ്റ് എ സെക്കൻഡ്, ഫോൺ ഈസ് ഗോയിങ് ടു ഓൺ. ഓക്കെ, അതിനുശേഷം ലൊക്കേഷൻ, ലോ സ്കാനിങ്, എല്ലാ ഗൂഗിളിൻ്റെ എല്ലാ സംഭവങ്ങളും ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ ഇനി ഇതിനകത്ത് ഫേസ് റെക്കഗ്നീഷൻ അവൈലബിൾ. സെക്യൂരിറ്റി ആയിട്ട് ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേൺ ഉണ്ട്, പിന്നുണ്ട്, പാസ്വേഡ് ഉണ്ട്. ഓക്കെ, നമ്മളത് സ്കിപ്പ് ചെയ്യുകയാണ്. സ്കിപ്പ് പ്രൊട്ടക്റ്റിംഗ് യുവർ ഫോൺ നമ്മൾ സ്കിപ്പ് എനിവേ കൊടുത്തു. ഓക്കെ, ദെൻ സാംസങ് ട്യൂട്ടർ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. സോ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇമെയിൽ ഓർ ഫോൺ നമ്പർ ഫൈൻഡ് ഐഡിയ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ സ്കിപ്പ് ചെയ്തു. ദെൻ യു ആർ ഓൾ സെറ്റപ്പ്, ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഏകദേശം ദെൻ
അവിടെ നിന്ന് താഴെ ഇറങ്ങിയ കുഞ്ഞു. ഓക്കെ, നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഓക്കെ, ഡൺ കൊടുത്തു. ഓക്കെ, ഡൺ കൊടുത്തു. സോ ദിസ് ഈസ് ദ ബേസിക് സ്ക്രീൻ ഓഫ് ദ ഫോൺ. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ്. ഇതാണ് ഏകദേശം നമ്മുടെ സാംസങ് F41. ഓക്കെ, സോ വളരെ സ്മൂത്താട്ടോ, ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയുന്നതാണ്. വളരെ സ്മൂത്താണ് ഈ ഫോണിൻ്റെ പെർഫോമൻസ്. ഒട്ടും ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം സാംസങ് ആ കാര്യത്തിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ഫോൺ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഇതിൻ്റെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഗ്യാലറിയൊക്കെ ഗ്യാലറിയിൽ നിന്നൊന്നുമില്ല. വളരെ ബട്ടർ സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോണാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 10x ഡിജിറ്റൽ സൂമാണ് സാംസങ് F41 വേണ്ടി നൽകിയിരിക്കുന്നത്. 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് സാംസങ് F41 വേണ്ടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എൻ്റെ ഫേസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് അകലെയുള്ള കാര്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, എങ്കിലും കുഴപ്പമില്ല. ഒരു ആവറേജ് ഏകദേശം ഒരു 15,000 രൂപ താഴെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെയുള്ള ഒരു മികച്ച ഫോണാണ് സാംസങ്ങിൻ്റെ F41. ഏകദേശം 6000 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ 6.5 ഇഞ്ച് 6.4 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ HD ആണ്. അതുപോലെ തന്നെ AMOLED സ്ക്രീനാണ്. എന്തായാലും നമുക്ക് ഒരു വലിയ തരക്കേടില്ലാത്ത ഒരു ബൈ ആണ് സാംസങ് F41 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊന്നും ഉള്ള ഫോണല്ല. സാധാരണ ഫോണിൻ്റേതായ ഒരു ഫീച്ചേഴ്സൊക്കെ ഉള്ളൂ. സ്ലോ മോഷൻ, അൾട്രാ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, ടൈം ലാപ്സ് ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ നൈറ്റ് മോഡ്, ഇത്തരം ഫീച്ചേഴ്സ് എല്ലാമാണ് സാംസങ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ ഫോണിൽ നിന്നാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീഡിയോ ക്ലാരിറ്റി സാംസങ് F41 സാംസങ് നൽകുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഞാനൊരു ഇരുണ്ട സമയത്താണ് വീഡിയോ പിടിച്ചിരിക്കുന്നത്. അതിൻ്റേതായ ഒരു കളറിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് സാംസങ് F41 ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കരുതാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഏകദേശം നമ്മുടെ സാംസങ് F41 വിശേഷങ്ങൾ. എനിക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫോണിൻ്റെ. എന്തായാലും നമുക്ക് സിംഗിൾ ഹാൻഡഡ്ലി ഫോൺ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു കൈ പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവുകയുമില്ല. ഒരു ഗ്ലോസി ഫിനിഷാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും ഒരു ആൻറ്റി സ്ലിപ്പിംഗ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു ആൻറ്റി സ്ലിപ്പിംഗ് നേച്ചർ ഇതിൻ്റെ ഈ ഒരു ബാക്ക് പാനലിനുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള അലുമിനിയം പാനലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോവില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.